ചേച്ചി, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോൾ പുതിയൊരു ചാറ്റും കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ജസ്ല മാടശ്ശേരി പുതിയൊരു ചാറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. എന്താണ് ഇതിൽ തോന്നുന്നത്? ശ്രീജിത, ഇത് 2017 ഈ ഒരു ചാറ്റ് നടന്നത് എന്നാണ് ആ ഒരു സ്ക്രീൻഷോട്ട് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് പരിശോധിക്കുന്നുണ്ട്, ആ ചാറ്റ് ഒന്ന് വായിക്കാം. അതായത് ജസ്ല മാടശ്ശേരി അവർ പങ്കുവെച്ച ആ ഫേസ്ബുക്കിലെ ആ സ്ക്രീൻഷോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫസ്റ്റ് ഇവരെ നാടോടി എന്ന് വിളിക്കുന്നു. അതിനവര് ഒരു ഇമോജി എന്തോ അയക്കുന്നു. പിന്നെ ഞാൻ രാഹുൽ, പത്തനംതിട്ടയിലെ ഒരു KSU പ്രവർത്തകനാണ്. അപ്പോൾ ഈ ജസ്ല, നൈസ് ടു മീറ്റ് യു, സെയിം ഹിയർ, എറിക്ക് പറഞ്ഞു ഇങ്ങനെ ഒരാളെ പറ്റി. ഇതിനെ ജസ്ല പറയുന്നു വോട്ട് ഒരു എന്ന് പറഞ്ഞ് മൂളുന്നു. അടുത്ത ഈ 2 സ്ക്രീൻഷോട്ടുകളാണുള്ളത്. രണ്ടാമത്തേതില് എബൌട്ട് യു, ലാസ്റ്റ് പോസ്റ്റ് ആരോ ഷെയർ ചെയ്തു, എനിക്ക് കിട്ടിയിരുന്നു, ഇറ്റ് വാസ് ഗുഡ്. അതിന് ജസ്ല ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒന്നും പറയാത്ത ചാറ്റിന് രാഹുൽ വീണ്ടും പറയുന്നു എന്തൊരു എയറാണ്, വീണ്ടും ഒരു ഇമോജി അയക്കുന്നു. നീ വല്ലാത്ത സാധനമാണല്ലോ കൊച്ചേ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. പിന്നെ ഒരു തംസപ്പ് അയക്കുന്നു, വഴക്കാളി എന്ന് വിളിക്കുന്നു. ഇതിനിപ്പുറത്ത് ഒന്നും പറയുന്നില്ല. ഇത് കണ്ടിട്ട് വിശ്വസിക്കാൻ നമ്മളാരും പൊട്ടന്മാരല്ല. ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ടുള്ള, ഈ കണ്ടു നിൽക്കുന്നവരെ പൊട്ടന്മാരാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമായിട്ട് അല്ലെങ്കിൽ ഒരു അവസരം മുതലെടുപ്പായിട്ടാണ് നമുക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ജസ്ല ഒന്നും മിണ്ടുന്നില്ല, രാഹുൽ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2017 ഈ ഒരു ചാറ്റ് സൂക്ഷിച്ചു വെച്ച ജസ്ലയ്ക്ക് ആദ്യം ഒരു കയ്യടി അർഹിക്കുന്നു. അതിനുശേഷം നമുക്ക് പറഞ്ഞു തുടങ്ങാം. അതായത് സ്ത്രീകൾക്ക് ഒരു പ്രിവിലേജ് കിട്ടുന്ന, ആവശ്യത്തിൽ കൂടുതൽ പ്രിവിലേജ് കിട്ടുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഇവിടെ സ്ത്രീക്ക് എന്ത് ഒരു പ്രശ്നം പറ്റിയാലും, ഒരു ലൈംഗിക അതിക്രമം ആയിക്കോട്ടെ, ഒരു തെറ്റായ നോട്ടം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്ന് എന്നെ ടച്ച് ചെയ്തു എന്ന് സ്ത്രീ പറഞ്ഞാൽ തന്നെ, വെറും പറഞ്ഞാൽ മതി, തെളിവുകളൊന്നും വേണ്ട. അതെല്ലാം മുതലെടുക്കുന്ന സ്ത്രീകളും ഇപ്പൊ നിരവധി നമ്മൾ കാണുന്നുണ്ട്. എത്ര പ്രശ്നങ്ങളെ സംഭവിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഷിംജിത എന്നൊരു പറഞ്ഞൊരു സ്ത്രീ കാരണം നിരപരാധിയായ, നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുക, ആ ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ദീപക ആത്മഹത്യ ചെയ്തത് ഇതേ ഒരു ഷിംജിത കാരണമാണ്. നമ്മൾ പക്ഷെ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോഴി തന്നെയാണ്. അതൊക്കെ നമുക്ക് ഇതിനോടൊക്കെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. എത്രത്തോളം സ്ത്രീകളാണ് ഈ ഒരു ആരോപണമായി, അത്തരത്തിലുള്ള സ്ത്രീകൾ, അതായത് സത്യം പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടണം, ആ ഒരു സ്ത്രീകളെ നമ്മൾ ഒപ്പം ചേർത്ത് നിർത്തുന്നു. അതായത് നമ്മൾ ഒരു സ്ത്രീകളാണ്, അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. ബസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, അല്ലെങ്കിൽ പഠിച്ചു വന്ന സ്ഥലത്തായിക്കോട്ടെ, സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ പോലും പല തെറ്റായ നോട്ടങ്ങളും തെറ്റായ സ്പർശനങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകളെ നമ്മൾ മനസ്സിലാക്കി കൂടെ നിർത്തും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ അതെ അതിജീവിതയ്ക്കൊപ്പമാണ്. പക്ഷെ ഈ കേസിൽ ഈ ജസ്ല മാടശ്ശേരി, ഇവരുടെ മുൻപും ഇഷ്ടംപോലെയുള്ള ആക്ടിവിസ്റ്റുകൾ, സ്വയം പ്രഖ്യാപിത ആക്ടിവിസ്റ്റ് ആണ്. അവരുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ബിഗ് ബോസിലാണെങ്കിലും കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഒരു ക്യാരക്ടർ, നമ്മളെ പക്ഷെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എങ്കിൽ കൂടി പറയുന്നു. പക്ഷെ ഈ ഒരു കേസിൽ എന്ത് തന്നെ ആയാലും ജസ്ലയെ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. തീർച്ചയായും ഈ ഒരു അവസരം മുതലെടുപ്പ് അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്റ്റണ്ടിന് വേണ്ടി ഇപ്പൊ ഇവരെ ഈ ഒരു ജസ്ല മാടശ്ശേരി എന്ന പേര് എവിടെയും പറയപ്പെടുന്നില്ലല്ലോ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണെങ്കിൽ കത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു പബ്ലിക് സ്റ്റണ്ടിന് വേണ്ടി, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഒരു അവസരം മുതലെടുക്കുകയാണ്. അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതില് ഇരയാവുന്ന കുറെ സ്ത്രീകളുണ്ട്. അപ്പൊ അവരെയൊന്നും ആരും വിശ്വസിക്കാതെ വരും ഇതേപോലത്തുള്ളത് കൊടുക്കുമ്പോൾ. അതെ, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ഷിംജിതയുടെ ഒരു കേസോട് കൂടി തന്നെ സ്ത്രീകൾ എന്താ പറയുക, സത്യം പറഞ്ഞാൽ പോലും അവരെ മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന, ജഡ്ജ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിശ്വസിക്കില്ല. കാരണം ഈ ഒരു റീച്ചിന് വേണ്ടി എത്രയോ സ്ത്രീകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അത് ഇരയാവുന്ന സ്ത്രീകൾക്കും അതൊരു ബുദ്ധിമുട്ടാവുകയാണ്. അപ്പൊ ഇതൊന്നും ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പാടുകയും ചെയ്യില്ല. അതേപോലെ തന്നെ നമ്മൾ വിമർശിക്കുകയും വേണം. ഇതുപോലെയുള്ള സ്ത്രീകൾ കാരണം തീർച്ചയായും നമുക്കൊക്കെ തന്നെയാണ്. നാളെ ഇപ്പൊ എനിക്കൊരു പ്രശ്നം വന്നു, ഞാൻ ഇനി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചിലപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രതികരിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇന്നിരുന്ന് പറയുന്ന ആ ഒരു ധൈര്യം എനിക്ക് നാളെ ഉണ്ടായിക്കോണമെന്നില്ല. എങ്കിൽ പോലും 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി, ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത്, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പങ്കുവെച്ചൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ താഴെ എനിക്ക് തീർച്ചയായും വരുന്ന ഒരു 50% കമന്റ്സ് തീർച്ചയായും പിന്നെ റീച്ച് കിട്ടാൻ വേണ്ടി അവൾ ഇറങ്ങിയിരിക്കുകയാണ്, പാവം ഇടുന്ന നേരം കൊണ്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ പ്രതികരിച്ചുള്ള കമന്റ്സ് ആണ് വരുന്നത്. അതെ, അപ്പോ
ഇതിനൊക്കെ വഴി ഒരുക്കുന്നത്, വഴി വെട്ടുന്നത് ഇതുപോലെയുള്ള ജസ്ലമാരും ഷിൻജിതമാരുമാണ്. എന്ത് സുഖമാണ് ഇവർക്കൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നത്. അവർക്ക് പബ്ലിക് സ്റ്റണ്ട് അല്ലെങ്കിൽ ഒരു ഫെയിം വേണമെങ്കിൽ അത് കഷ്ടപ്പെട്ടുണ്ടാക്കണം, അല്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോകണം. അല്ലാതെ ഇതുപോലെ സ്ത്രീകൾക്കുള്ള ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ ഫെമിനിസം എന്ന് പറഞ്ഞ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് സ്യൂഡോ ഫെമിനിസം ആണ് ഇതൊക്കെ. അല്ലാതെ ഇതിനൊന്നും മറ്റൊന്നും പറയാൻ പറ്റില്ല. എന്ത് തന്നെയായാലും ഈ ഒരു ചാറ്റ് കണ്ടിട്ട് പൊട്ടന്മാരാവാൻ നമുക്ക് താല്പര്യമില്ല. ഒരു സൈഡിൽ ഒന്ന് ശ്രീജിത്ത് അതൊന്ന് വായിച്ചു നോക്കണം. ഇപ്പുറ സൈഡില് ഒന്നും മിണ്ടുന്നില്ല. അതിനിപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് MLA ആയിരുന്ന കാലത്തുള്ളതല്ല, KSU പ്രവർത്തകനായിരുന്ന കാലത്താണ്. എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ KSU പ്രവർത്തകനായിരുന്ന കാലത്ത് ഇങ്ങനെ ചെയ്തോണം എന്നല്ല. നമ്മള് പൊതുപ്രവർത്തനമായാലും അല്ലെങ്കിൽ എന്ത് മേഖലയായാലും ആണുങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ച് വികാരം കൂടുതലാണ്, അതൊരു സത്യമാണ്. പക്ഷെ എന്ന് വെച്ച് അത് എല്ലാ സ്ത്രീകളുടെയും നെഞ്ചത്തേക്ക് കയറാനുള്ള ലൈസൻസ് അല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്ക് ഇവിടെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു ഇന്റർവ്യൂവിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ശരിയാണ്, ആണുങ്ങളുടെ പക്ഷത്തുള്ളതൊന്നും കേൾക്കണം. പക്ഷെ അതൊരു പെയ്ഡ് ഇന്റർവ്യൂ ആണെന്ന് ഏത് പൊട്ടനും കണ്ടാൽ മനസ്സിലാകും. അതൊക്കെ സത്യം തന്നെയാണ്. അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല. പക്ഷെ എന്ന് വെച്ച് ഇതിനെ അവസരം മുതലെടുത്ത് കൊണ്ട് വിനിയോഗിക്കും. ഇനി വേറൊരു കാര്യം കൂടി, ജസ്ല മാടശ്ശേരി ഈ ഒരു സ്ക്രീൻഷോട്ട് പങ്കുവച്ചിട്ട് വലിയൊരു നീളത്തിലുള്ളൊരു കുറിപ്പ് കൂടി പങ്കുവച്ചിട്ടുണ്ട്. അതിൽ സ്വയം പുകഴ്ത്തിക്കൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള സംസാരങ്ങൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, എനിക്ക് അതിനുള്ള കഴിവ് പണ്ടേ ഉണ്ട്, പിന്നെ തെറ്റായ ഒരു നോട്ടമോ അല്ലെങ്കിൽ തെറ്റായ ഒരു സംസാരം കണ്ട് ഞാൻ പെട്ടെന്ന് ജഡ്ജ് ചെയ്യുന്നൊക്കെ ജസ്ല മാടശ്ശേരി പങ്കുവെക്കുന്നു. പക്ഷെ ഇത് നമുക്ക് 2017 നടന്ന സംഭവമാണ്. ഇപ്പൊ അത് പുറത്തുവിടേണ്ട ആവശ്യം. അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു റീച്ചിന് വേണ്ടിയിട്ടും ഫെയിം ആവാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതും പോട്ടെ, ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം കത്തി നിന്നപ്പോ പോലും ഇവരൊന്നും ഇല്ല. പെട്ടെന്ന് എങ്ങനെയാണ് ഇത് പൊങ്ങി വന്നത്? അതിനെക്കുറിച്ചൊന്നും ഇവർക്ക് പറയാനില്ലേ? പിന്നെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോഴും അതില് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഈ അവര് പറയുന്ന ഭാഗങ്ങൾ പലതും ഡിലീറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വിഭാഗം അല്ല, ഇങ്ങനെയല്ല, ശരി ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് തെളിവ് കൊണ്ട് ഹാജരാവാത്തത്? കോടതിക്ക് മുന്നിൽ ഹാജരാമല്ലോ. ഇതുപോലെ ഇവർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ കടന്നാക്രമണം സംഭവിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ അവരെ വിമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർ കോടതിയെ പോയി സമീപിക്കുന്നില്ല? അതുകൂടി നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാരണമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളുടെ ആരോപണങ്ങൾക്ക്, സ്ത്രീകളുടെ പരാതികൾക്ക് ഇവിടെ വില ലഭിക്കാത്തത് ഇതുപോലെയുള്ള സ്ത്രീകൾ കാരണം തന്നെയാണ്. അവര് ഒന്ന് വിചാരിച്ചാൽ മാത്രമേ ഇനി നമുക്ക് നീതി കിട്ടുള്ളൂ. നമ്മൾ മാത്രമല്ല, നിസ്സഹായരായ പല സ്ത്രീകൾക്കും ഇവിടെ നീതി കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള ഇവരുടെ ഈ ഒരു പ്രഹസനം നിർത്തലാവണം, അല്ലാതെ വേറൊരു രക്ഷയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്ല മാടശ്ശേരിയെ പോലെയുള്ളവർക്ക് അവർക്ക് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന വിമർശനത്തിന് ചിലപ്പോൾ ഇവർക്ക് രോഷമിളകി അടുത്ത പൊറുപ്പിട്ടേക്കാം, അല്ലെങ്കിൽ ഇതിന് താഴെ വന്ന് കമന്റ് ഇട്ടേക്കാം, അല്ലെങ്കിൽ നമ്മളെ സ്ത്രീകൾക്കെതിരെ നിന്ന് സംസാരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറെ വിമർശനങ്ങൾ കേട്ടേക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലെ പൈസ വാങ്ങി പെയ്ഡ് പോഡ്കാസ്റ്റ് ആണെന്ന് പറഞ്ഞ്, പെയ്ഡ് വർക്ക് ആണെന്ന് പറഞ്ഞ് അതിനും നമുക്ക് വിമർശനങ്ങൾ ഉയർന്നേക്കാം. പക്ഷെ നമുക്ക് വേണ്ടി നമ്മളല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾക്കെതിരെ നമ്മൾ സംസാരിച്ചാൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ വരാൻ പോകുന്ന തലമുറയിലെ കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, പിന്നെ ഇതുപോലെയുള്ള അതിക്രമങ്ങൾ യഥാർത്ഥത്തിൽ നേരിടുന്ന സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാൻ നമുക്കൊക്കെ തന്നെ സാധിക്കുള്ളൂ. അപ്പോ അത് മാത്രമല്ല, ഞാൻ പലയാവർത്തി പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ സംസാരിക്കുന്നത് യഥാർത്ഥ അതിജീവിതകൾക്ക് വേണ്ടിയാണ്. നമുക്ക് ഭാവിയിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ഇത്തരത്തിലുള്ളൊരു അവസ്ഥ നേരിട്ടാൽ അവർക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള ചാറ്റുകളും ഒരു വശത്തുള്ള സ്ക്രീൻഷോട്ടുകളും പൊക്കിപ്പിടിച്ച് വരുന്നവരെല്ലാം ഒന്ന് ബാക്കിയുള്ളവരെ കൂടി ഒന്ന് ആലോചിക്കണം. അവർക്ക് ഇവിടെ ഈ സമൂഹത്തിൽ നീതി വേണം. അവർക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്.